ഹലോ! ഒരു 3 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഫേസിലെ സൺ ടാനൊക്കെ മാറ്റി പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല റേഡിയൻറ്റ് ലുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ടും കാണാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഓസോണിൻ്റെ ഡീടാൻ പ്രോഡക്റ്റ്സ് ആട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഓസോണിൻ്റെ ഡീടാൻ ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് പാക്കേജിങ് നോക്കുവാണെങ്കിൽ ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. 100 ml പ്രോഡക്റ്റ് ആണ്. ഇത് പാരബീൻ ആൻഡ് സിലിക്കൺ ഫ്രീ ആണ്. പിന്നെ മെയിനായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് വന്നിട്ട് ടാൻ റിമൂവലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് വെച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു സ്മെല്ലാട്ടോ. ഇല്ല പുളിമുട്ടായിയുടെയൊക്കെ കണക്കുള്ള, ഞാനത് വീണ്ടും വീണ്ടും മണത്ത് നോക്കുമായിരുന്നു എന്തിൻ്റെ സ്മെല്ലാന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫേസ് വാഷ് വന്നിട്ട് അത്യാവശ്യം മൈൽഡാണ്, ഭയങ്കര ഫോമിംഗ് ഒന്നും അല്ല, പക്ഷെ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ, അതുപോലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഇനി ഒന്ന് വാഷ് ചെയ്ത് കാണിക്കാം. ഒരു സിംഗിൾ വാഷിൽ തന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ ചേഞ്ച് അറിയാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത്. നല്ലൊരു റേഡിയൻ ലുക്ക് വന്നിട്ടുണ്ട് ഫേസിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചേഞ്ച് വരും കേട്ടോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. ഇത് ഡീടാൻ സ്ക്രബാണ്. അപ്പോൾ ഇതും ഒരു 100 ഗ്രാമിൻ്റെ ട്യൂബ് പാക്കേജിംഗ് ആണ്. നമ്മുടെ ഫേസിൽ ഡേർട്ടും ടാന് റിമൂവ് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിൻ റിന്യൂ ചെയ്യാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതും പാരബിൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ആ ഒരു ഗ്രാന്യൂൾസ് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഭയങ്കര ചെറുതാട്ടോ. അതായത് നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ആ ഒരു ഹാർഷ് ആക്കാണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോർമലി ഈ ഗ്രാന്യൂൾസ് ഇച്ചിരി വലുതായിട്ട് വരുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ആ തരിതരി എന്നുള്ള സംഭവം ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അത് നമുക്കിങ്ങനെ ഫേസിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ ആ സൺ ടാൻ മാറാനും അതുപോലെ തന്നെ ആ ഒരു സ്കിന്നൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ലൊരു റേഡിയൻ ലുക്ക് കിട്ടും. പൊതുവേ നമുക്ക് ഈ സൺ ടാൻ ഉള്ളവർക്ക് നോർമലി നമ്മുടെ സ്കിന്നിൻ്റെ കളർ ആയിരിക്കില്ല നമ്മുടെ ഫേസിനുള്ളത്, ഒരു 2-3 ഷെയ്ഡ് ഡാർക്കർ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൺ ടാൻ പോയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആക്ച്വൽ കളർ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ടീ സോണൊക്കെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇതിനകത്ത് തന്നെ റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ആ ഫേസിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു സപ്പിൾ ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാട്ടോ ഈ ഒരു മസാജിങ് ചെയ്യുന്നത്. അപ്പം വലിയ ഹാർഷില്ലാത്ത സ്ക്രബ് ആയത് കാരണം ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് സ്കിന്ന് നല്ല രീതിയിലൊന്ന് മസാജ് കൂടെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വാഷ് ചെയ്യാം. സ്ക്രബ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ലോണം റിമൂവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉണ്ടായിരുന്നു. സ്ക്രബ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അവിടെ ഒക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓസോണിൻ്റെ ഡീടാൻ ഫേസ് പാക്ക് ആണ്. ഇതും ശരിക്കും ടാൻ റിമൂവലിനും സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും റിന്യൂ ചെയ്യാനും സ്കിന്നിലെ പോർസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ഒരു പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് സ്ക്രബും ഫേസ് പാക്കും വീക്കിലി ട്വൈസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പം ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് വൺസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നവരെ ഒരു 15-20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ശരിക്കും മെയിനായിട്ട് നമുക്ക് ടാൻ റിമൂവൽ തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിന് നല്ലൊരു കുറച്ചൊന്ന് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു ഓപ്പൺ പോർസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് നല്ലൊരു യങ് ലുക്കിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. പാക്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റിമൂവ് ചെയ്യുകയാണ്.
അപ്പം ഒരു 2, 3 ഷെയ്ഡ് വരെ എനിക്ക് സ്കിൻ ടോണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് ടാനും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിൽ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ജസ്റ്റ് ഒരു 3 സ്റ്റെപ്പ് കൊണ്ട് കംപ്ലീറ്റ് നമ്മുടെ ഫേസിൽ ടാനും റിമൂവ് ചെയ്യാം. ഒരു സ്മോൾ ഫേഷ്യൽ ചെയ്ത ആ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈ ആയി പ്രോഡക്റ്റ് വന്നിട്ട്. അതും ഫസ്റ്റ് യൂസിലാണ് നമുക്ക് ഇത്രയും വിസിബിൾ ചേഞ്ച് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രോഡക്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.